ഹായ് ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ഇപ്പൊ ഇവർ സർവ് ചെയ്യുന്നത് കൈതച്ചക്ക കൊണ്ടുള്ള എന്തൊരു ഐറ്റം ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ആണ്. പിന്നെ അതാ നമ്മളെ ബിരിയാണി നല്ല ചൂടിലെ കിടിലൻ ഐറ്റം ആണ് കേട്ടോ. അവർ നമുക്ക് ഇതേപോലെ എല്ലാം സർവ് ചെയ്ത് പിന്നെ ഒരു കപ്പ് തൈരും പായസവും കൊണ്ടുതന്നു. നമ്മൾ കഴിക്കുന്ന മാതിരി അച്ചാർ സാലഡ് ഒന്നും ഇല്ല കേട്ടോ. വിചാരിക്കുന്ന മാതിരി അല്ല. സാധാരണ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചാൽ ഇത് ബിരിയാണി ആണോ എന്ന് തോന്നിപ്പോ. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ കോഴിക്കോടൻ ബിരിയാണിയുടെ അത്ര വരെയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് കൈയ്യാൻ വേണ്ടി കൊണ്ടുതന്നതാണ്. ചൂടുള്ള വെള്ളം അതിൽ 2 കഷ്ണം നാരങ്ങ. പക്ഷെ നമുക്കത് റെഡി ആവില്ല. നമ്മൾ വാഷ്റൂം നിന്നാണോ കൈയ്യെ. നമ്മൾ തിരിച്ച് സീറ്റിലെത്തി. അപ്പതാമനെ ബില്ലും 3 പേർക്ക് ജീരകമുട്ടായി എന്നല്ലോ. അതിനെന്തൊരു പേരുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചത് നേരെ ഇറങ്ങി. മോനെ എവിടെയാണ് നമ്മൾ വന്നത്? വേണ്ടിയിലൊക്കെ ഒന്ന് നോക്കി വെച്ചോളി. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് നമ്മൾ നേരെ റൂമൊക്കെ പോകുന്ന വായിക്കാ മോനെ. ഇവിടുത്തെ പോലീസുകാരൊക്കെ കുതിരപ്പുറത്തു. ഇതുപോലെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് ഇവിടുത്തെ ഫെസ്റ്റിവലിന്റെ ഭാഗമാണോ എന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയത് രാത്രിയാണ്. പൊന്നു മോനെ, രാത്രിയിൽ ടൗണൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതേപോലെ ഒരുപാടുണ്ട് കാണാൻ. നമ്മൾ ഇറങ്ങിയിട്ട് കുറെ സമയം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും തിരക്കാണ്. അത് ദസറയ്ക്ക് വന്നവർക്കറിയാം. നമ്മളിപ്പോ നിൽക്കുന്നത് പാലസിന്റെ തൊട്ടടുത്തായിട്ടാണ്. പാലസ് കാണാനാണെങ്കിൽ അതിനേക്കാൾ ഭംഗിയാണ്. കണ്ടില്ലേ എന്ത് രസമാണല്ലേ ഇങ്ങനെ കാണാൻ. നമ്മൾ പുറത്തൊന്നും ഇതേപോലെ കണ്ടിട്ടുള്ളൂ. കാര്യം 100 വട്ടം മൈസൂർ വന്നാണ് ഇതെല്ലാം കണ്ടാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഡ്രോൺ ഷോ. ഇത് നടക്കുന്നിടത്ത് ഉണ്ടെന്നാലും തിരക്കായതുകൊണ്ട് നമ്മൾ ഏതൊരു മലേനെ മുകളിലേക്ക് വന്നാണ്. ഡ്രോൺ എല്ലാം കൂടി പൊന്തി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നേരിട്ട് കാണണോ? ആടെയാണ് അതിന്റെ ഭംഗി. അങ്ങനെ ഇതാക്കണമാണ് നമ്മുടെ സ്വന്തം ഭൂമി. അത് കഴിഞ്ഞിട്ട് ഇതാ നിൽക്കണമാണ് തൂക്കം പിടിച്ചിരിച്ചത്. പിന്നെ ഇതാക്കണമാണ് ഒരു കടുവ. അത് കഴിഞ്ഞ് ഇതാമൻ ഒരു മയില്. പിന്നെ ഇതാമൻ ഒരു ഡോൾഫിൻ വന്നു. ഇതിലിപ്പോ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഈ ഡ്രോൺ എല്ലാം കൂടി കൂട്ടിടിക്കില്ലേ? ചിലർക്ക് ഇല്ല. കൈ സംഭവം വെച്ചത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇതൊരാൾ മാനുവലി പറഞ്ഞതല്ല. അത് കഴിയുമ്പോഴേക്ക് ഇതാ പോണേ മുന്നേ ട്രെയിൻ. ഇതിൽ വേറെയും കുറെ ഐറ്റംസ് കാണിച്ചായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഫോൺ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇനി കാണാനും കാണിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞ് നമ്മൾ പെട്രോളൊക്കെ ഫിൽ ചെയ്ത് നാട്ടിലേക്ക് പോകണേ. ഈ നിൽക്കുന്ന മൂപ്പർ എന്താ പറയുന്നതെന്ന് അറിയാൻ നാട്ടിലേക്ക് പോകണ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്ന് നോക്കിയാൽ മതി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.